ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മഹാദേവൻ്റെ ഉഗ്രം പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എനിക്ക് വയ്യായേ എന്നൊക്കെ പറഞ്ഞു. അയ്യോ നന്ദിനി, നീ വാഷ്റൂം കാണിച്ചുകൂടെ എന്ന് പറഞ്ഞു. ആവശ്യമില്ല, ഇതെൻ്റെ വീടല്ലേ, എനിക്ക് ആരും വഴി കാണിക്കൊന്നും വേണ്ടാന്നേ, ഞാൻ നോക്കിക്കോളാം. അയ്യോ ഒന്ന് മാറിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും ശ്യാം സാറിന് എന്തോ ഒരു സംശയം തോന്നി കേട്ടോ. മഹാദേവൻ എന്തോ ഒരു കെണിയായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന ഉറപ്പായി. അപ്പം മഹാദേവൻ നേരെ റൂമിലേക്ക് ചെന്നു. എന്നിട്ട് ഓരോ റൂമിലും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. അപ്പം അബദ്ധപ്പെട്ട് നേരെ ചെന്ന് ഒരു റൂം തുറന്നപ്പോഴത്തേനും അതിൽ ആരതിയാണ്. ഷോ, ഈ ഗൗരി ഇതെവിടെ പോയി കിടക്കുക, ഇവിടെ എങ്ങും കാണാനില്ലല്ലോ. ഇനി അവൾ ഇവിടെ വന്നിട്ടുണ്ടാവില്ലേ? ബാത്റൂമിൽ ഒന്ന് കയറിയേക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ദേണ്ട നോക്കുമ്പോഴത്തേനും ആരതി റൂമിലിരുന്ന് പഠിക്കാട്ടോ. അയ്യോ എണീക്കണ്ട ആരതി മോളെ, ഇരുന്ന് പഠിച്ചോ, നന്നായിട്ട് പഠിച്ചോട്ടോ. റാങ്കൊക്കെ മേടിക്കണം കേട്ടോ, മിടുക്കിയായിട്ട് പഠിച്ചോ. എനിക്ക് വയറിന് നല്ല സുഖമില്ല മോളെ, അതുകൊണ്ട് ബാത്റൂം തപ്പി വന്നതാ, അതുകൊണ്ടാ. മോളിരുന്ന് പഠിച്ചോട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോർ അടച്ചിട്ട് നേരെ നോക്കുന്നത് നമ്മുടെ ശ്യാമിൻ്റെ മുഖത്തേക്കാണ് കേട്ടോ. അപ്പം ശ്യാമിന് മനസ്സിലായി കാര്യങ്ങളൊക്കെ എത്ര പന്തിയല്ല എന്ന്. അല്ല മഹാദേവൻ വരൂ, ടോയ്ലറ്റ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ പ്രൊഫസർ വിഷമിക്കേണ്ടെന്നേ, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാന്നേ. ഇതൊക്കെ ഒരു സിമ്പിൾ കാര്യമല്ലേ ഉള്ളൂ, പ്രൊഫസർ പോയിക്കോ. അല്ല മഹാദേവ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താ മഹാദേവ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചോ. മഹാദേവൻ ആരെങ്കിലും ഈ വീട്ടിൽ തിരയുന്നുണ്ടോ എന്ന് ചോദിച്ചോ. അയ്യോ പ്രൊഫസർ എന്തുട്ടാ ഈ പറയണത് എന്ന് ചോദിച്ചോ. ഞാൻ തിരയാന്നോ? എന്തൊക്കെയാ ഈ പ്രൊഫസർ പറയണത്? ഞാനേ തിരഞ്ഞത് ബാത്റൂമാട്ടോ. അല്ലാണ്ട് ആരെ തിരയാനാ ഞാനിവിടെ എന്ന് ചോദിച്ചോ. മഹാദേവൻ ഒരുപാട് തിരഞ്ഞ് ബുദ്ധിമുട്ടണ്ട, വാഷ്റൂം ഞാൻ കാണിച്ചു തരാന്നേ, വരൂ ഇങ്ങോട്ട് വാന്നേ എന്ന് പറഞ്ഞ് മഹാദേവനെയും കൂട്ടിക്കൊണ്ട് പോവാണ് ശ്യാം സാറ്. പെട്ടു മഹാദേവൻ. അയ്യോ ഇയാൾ കാരണം ആകെ നാശമായി എന്ന് പറഞ്ഞ് നിൽക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശേഖരനെയാണ്. അപ്പം ശേഖർ കണ്ണുകൊണ്ട് പിള്ളച്ചേട്ടനെ ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ, മേളിൽ ചെന്ന് നോക്കാൻ. അപ്പം പിള്ളച്ചേട്ടൻ ഉടനെ തന്നെ ഫോൺ എടുത്തു. ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. എന്താ പിള്ളച്ചേട്ടൻ കിടന്ന് പിറുപിറുക്കണത് എന്ന് ചോദിച്ചു വേണി. എന്തോ പറയാനാ മോളെ, ഈ മൊബൈൽ കമ്പനിക്കാരുടെ ഒരു കാര്യം. വീട്ടിലോട്ട് കയറുന്നതിന് മുൻപ് നല്ല റേഞ്ചായിരുന്നു, ഇപ്പോൾ അത് ഒട്ടും റേഞ്ചില്ല. ഇവിടെ റേഞ്ചില്ലെങ്കിൽ മോളിൽ റേഞ്ച് ഉണ്ടാവും. ആണോ? എന്നാൽ രണ്ടാമത്തെ നിലയിൽ ആവശ്യത്തിന് റേഞ്ച് കിട്ടുമോ? അതൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാതെ മേളിൽ കയറി നോക്കടോ, അപ്പം അറിയാലോ. ഓ അതൊരു കാര്യം ശരിയാണല്ലോ. താഴത്തെ ഞങ്ങളുടെ ആരുടെ ഫോണിന് റേഞ്ച് കുറവില്ലല്ലോ. ഇതിപ്പോൾ എന്തോ പറ്റിയെന്ന് ആർക്കറിയാം. ഏതായാലും മോളിൽ കയറിയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പിള്ള ഫോണുമായിട്ട് നേരെ മേളിലേക്ക് പോവാണ്, അപ്സ്റ്റെയറിൽ. അവിടെ ഗൗരി ഉണ്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാട്ടോ. അപ്പം ശേഖരൻ്റെ മുഖത്തൊരു കള്ള ലക്ഷണം തന്നെയുണ്ട്. അപ്പോൾ വേണിക്ക് എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ ചോദിക്കാനോട്ട് പറ്റുന്നതുമില്ല. അപ്പോൾ വേണി ചോദിക്കണം, എന്താ ഏട്ടൻ്റെ മുഖം എന്താ ഈ വീർപ്പിച്ച് കെട്ടി പോലെ ഇരിക്കണത്? ആരോടെങ്കിലും വഴക്കിട്ടിട്ടാണോ ഈ വന്നിരിക്കണത് എന്ന് ചോദിച്ചു. അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്തിട്ടാ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ല, നീ എന്താ വേണിമോളെ ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പിള്ളച്ചേട്ടൻ ദേണ്ട അവിടെയൊക്കെ ചെന്ന് എല്ലാ റൂമിലും തുറന്നും തുറക്കാതെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കണം. പക്ഷേ എങ്കിൽ ഗൗരിയെ കാണാനില്ല. മഹാദേവൻ ദേണ്ട ബാത്റൂമൊക്കെ കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ശേഖരൻ ചോദിച്ചു, കിട്ടിയോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ മഹാദേവൻ ഇല്ല. അപ്പോൾ ഇപ്പോഴാണ് മുത്തശ്ശി കണ്ടത്. മുത്തശ്ശി കണ്ടപ്പോഴത്തേനും ഒരൊറ്റ ചിരി കേട്ടോ, ചിരിച്ച് അട്ടഹസിച്ച് ദേണ്ട അങ്ങോട്ടേക്ക് വരികയാണ്. ഗൗരിയെ മോൾ എങ്ങനെ ഇരിക്കുന്നു, അവർക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി. മുത്തശ്ശി ഗൗരിമൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ, ആളെ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ചായ എടുത്തു എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. അയ്യോ ചായയും കാപ്പിയൊന്നും കുടിക്കാനുള്ള സമയമില്ല, ഞങ്ങൾക്ക് വേഗം പോകണം അല്ലേടാ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പിള്ള അതേണ്ട മേളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. എന്ന് ചോദിച്ചപ്പോൾ പിള്ളയും ഇല്ല എന്നുള്ള മട്ടിൽ തലയാട്ടി കാണിച്ചു കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇവർക്ക് വ്യക്തമായി. അപ്പോൾ പിള്ള ഇങ്ങനെ നോക്കണം. ഡോ പിള്ളേ,
താൻ എന്തുട്ടാടോ അവിടെ കാണിച്ചുകൊണ്ട് നിൽക്കണത്? ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ള വേഗം തന്നെ ചാടി ഇറങ്ങി അങ്ങോട്ടേക്ക് വരികയാണ്. ദാ വരുന്നേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ ശ്യാം സാറും അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഈ ഇലക്ഷൻ വരാൻ പോവല്ലേ, അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് പോകണേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോട്ടെ. ശേഖര വാടാ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചിരിയൊക്കെ ചിരിച്ച് വേഗം ശേഖരനെയും കൊണ്ട് മഹാദേവൻ അവിടെ നിന്ന് സ്കൂട്ടാകുകയാണ്. ശ്യാമേ, മഹാദേവൻ എന്താ ഒരു യാത്ര പോലും പറയാതെ ഈ തിരക്കിട്ട് പോയത് എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക. അയാളുടെ മനസ്സിൽ എന്താണെന്ന് അയാൾക്കല്ലേ അറിയുമേ എന്ന് പ്രൊഫസറുടെ മറുപടി. നന്ദിനിയമ്മേ, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് വേണിമോള് നേരെ പുറത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പം അച്ഛാ, അപ്പം ഇവരിങ്ങനെ വണ്ടിയിലോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്താണ് വേണി അങ്ങോട്ടേക്ക് ചെന്ന് വിളിക്കുന്നത്. എന്താ വേണിമോളെ? അച്ഛൻ സാധാരണയൊക്കെ വന്നിട്ട് പോകുമ്പം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണല്ലോ സാധാരണ പോവാറ്. ഇന്നെന്താ പറ്റിയത് അച്ഛന് എന്ന് ചോദിച്ചു. ഇന്നിപ്പോൾ അത് കണ്ടില്ലല്ലോ. എന്താ അച്ഛാ, എന്താ ഈ ചിരിക്കണത് എന്ന് ചോദിച്ചു. എന്തോ ഒരു ഹെവി പ്രോബ്ലം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഫേസിൽ കാണാം. എൻ്റെ മോളെ, തിരക്കല്ലേ, ഇലക്ഷൻ്റെ തിരക്ക് കാരണം അച്ഛന് പലതും മറന്നു പോവാ മോളെ. അതൊന്നും അല്ല കേട്ടോ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ ചേട്ടച്ചാരുടെ ശേഖരേട്ടൻ്റെ ഫേസ് കണ്ടിട്ടും എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പം നേരെ മഹാദേവൻ, എൻ്റെ പൊന്നു മോളെ, അവൻ എപ്പോഴും മസിൽ പിടിച്ച് നിൽപ്പല്ലേ, അതുകൊണ്ട് മോക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ശേഖരനും വെള്ളച്ചെണ്ണി ചിരിക്കുക. അതെ, നീ എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ അച്ഛൻ പാർട്ടി ഓഫീസിൽ തന്നെ വന്നാണോ? അതേ മോളെ, സത്യമായിട്ടും അതെ എന്ന് പറഞ്ഞു. അല്ല, നിനക്കെന്താ മോളെ അച്ഛനെ വിശ്വാസം ഇല്ലാത്തതുപോലെ ചോദിക്കുന്നത്? അല്ല, ഈ അച്ഛൻ്റെ പാർട്ടി ഓഫീസിലെ ഒരു സിംഗിൾ ബാത്റൂം പോലും ഇല്ലേ? അതാ എൻ്റെ ഒരു സംശയം. അപ്പം മഹാദേവൻ അട്ടഹസിച്ച് ചിരിച്ചു കേട്ടോ, ആ കാര്യം അങ്ങ് മറയ്ക്കാൻ. എന്നെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ എന്നോട് ഒരു മര്യാദയ്ക്കൊന്ന് സംസാരിച്ചത് പോലും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അച്ഛന് തിരക്കായതുകൊണ്ടല്ലേ മോളെ, പെട്ടെന്ന് തൃശ്ശൂർക്ക് എത്തണം മോളെ, അതുകൊണ്ട് അച്ഛൻ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പം നോക്കിയോ, അച്ഛൻ മോളുടെ കൂടെ ഒരുപാട് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടേ പോവുള്ളൂ. എന്താ അതുപോരെ? അപ്പം അച്ഛൻ അങ്ങ് തെറിക്കട്ടെ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ വേണി മോളെ കൊഞ്ചിച്ചിട്ടൊക്കെ അങ്ങോട്ട് കയറുകയാണ്. അപ്പം അപ്പുറത്ത് മാറ്റി നിർത്തിയ ഗുണ്ടകളെയൊക്കെ വിളിച്ച് ശേഖരൻ വണ്ടിയെ കയറ്റി ഇവരവിടുന്ന് സ്കൂട്ടാകുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ വേണിക്ക് എന്തോ ഒരു പന്തികേട് മണത്തു കേട്ടോ. എന്തോ ഒരു അപലക്ഷക്കേട്, എന്തോ അച്ഛൻ കാണിച്ചു കൂട്ടാനായിട്ട് പുറപ്പാടാണ് എന്ന് ഒരു തോന്നൽ. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും അതുപോലെ തന്നെ അജിത്തിനെയും ജോജുവിനെയാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ ശങ്കർ ബായിനെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടേ നടക്കണം. അതെ, ശങ്കർ ബായി ഇങ്ങനെ തന്നെയാണ് നേരത്തെയും എന്ന് അജിത്ത് പറയാം. ആളുണ്ടല്ലോ, നിൽക്കണ നിപ്പിൽ ഒരൊറ്റ മുങ്ങലങ്ങ് മുങ്ങും, പിന്നെ പൊങ്ങണമെങ്കിലുണ്ടല്ലോ ആൾക്ക് തന്നെ അങ്ങ് തോന്നണം. ഈ ശങ്കർബായുടെ ഒരു രീതി അങ്ങനെയൊക്കെ തന്നെയാട്ടോ എന്ന് പറഞ്ഞു. ജോജു, എനിക്ക് നല്ല ദാഹമുണ്ട്, എനിക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിത്തരാമോ എന്ന് ചോദിച്ചു. എന്താ ഏട്ടത്തിയമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കണത്? പോയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചോണ്ട് വാടാ ജോജു എന്ന് പറഞ്ഞാൽ പോരെ? ശങ്കർബായി അങ്ങനെ കേട്ടോ, അതെ, ഇങ്ങോട്ട് കൊണ്ടുപോടാ, വാടാ, പോടാ, അങ്ങനെയൊക്കെ പറയുള്ളൂ കേട്ടോ, എനിക്കും അതാ ഇഷ്ടം എന്ന് പറഞ്ഞു. എന്തിനാ വിഷമിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു കുഞ്ഞിക്കടയുടെ സൈഡിൽ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് അപ്പോൾ ജോജു പറയണം, എന്നാൽ പിന്നെ ഞാൻ പോയി ഇപ്പോൾ വരാം കേട്ടോ, വെള്ളം വാങ്ങിയിട്ട് വരാം. ഞാനിവിടെ വരാം എന്ന് പറഞ്ഞു അജിത്ത്. വേണ്ട, നീ വരണ്ട അജിത്തെ, ശേഖരേട്ടൻ്റെ ടീംസ് നമ്മളെ ഫോളോ ചെയ്യാൻ എല്ലാ ചാൻസും ഉണ്ട്, അതുകൊണ്ടാണ് ഞാനീ പറയണത്. ഏട്ടത്തി പേടിക്കണ്ട കേട്ടോ, അവനൊരു ഫാക്റ്റ് പറഞ്ഞതാ. ഞാൻ കടയിൽ പോണ സമയത്ത് ശേഖരേട്ടൻ്റെ ടീംസ് ആരെങ്കിലും വന്നാൽ നീ ഒന്നും നോക്കണ്ട, വണ്ടി എടുത്ത് നേരെ വിട്ടോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ജോജു പുറത്തേക്ക് പോണത്. അപ്പോൾ ജോജു പുറത്തേക്ക് പോയ സമയത്ത് നമ്മുടെ അജിത്തിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ വീരനാണ് വിളിക്കുന്നത്. എടാ വീര, എന്തായി? ഹലോ എടാ, എന്തായി എന്ന് ചോദിച്ചു. റേഞ്ച് കിട്ടണില്ലല്ലോ. ഏട്ടത്തി ഒരു മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അജിത്തും പുറത്തേക്ക് ഇറങ്ങി ഫോൺ വിളിച്ചു. അപ്പോഴാണ് അവിടെ കുറച്ച് കുട്ടികൾ നിന്ന് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെയോ ചീത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കല്ലെറിയാണ് കേട്ടോ. എടാ കള്ളുകൂടിയാ, ഭ്രാന്താ, എണീറ്റ് പോടാ എന്നൊക്കെ പറഞ്ഞ് കല്ല് പെറുക്കി എറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഗൗരി വേഗം തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതിലൊരാൾ ഇറങ്ങി വന്നു. അയാളോട് ചോദിക്കുക, ചേട്ടാ എന്താ അവിടെ ഒരു ബഹളം? അതെ, ഒരുത്തർ കുടിച്ചിട്ട് വഴി കിടക്കുന്നതാ, അതാ കുട്ടികൾ അവരെ ഉപദ്രവിക്കുക, അത് തന്നെ ഭ്രാന്തനാണെന്നാണ് തോന്നുന്നത്.
കുട്ടികൾ അയാളെ ഉപദ്രവിച്ചിട്ടും നിങ്ങളാരും എന്താ തടയാത്തത് എന്ന് ചോദിച്ചു. കുട്ടികൾ അറിവില്ലായ്മ കൊണ്ടാ ചെയ്യണത്, അവരെ പറഞ്ഞ് തിരുത്താത്തത് എന്താ? എൻ്റെ കൊച്ചേ, നമ്മൾ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? ഇതിലൊക്കെ ആർക്കാ ടൈം? നമുക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചിട്ട് ഇയാൾ അങ്ങ് പോയിട്ടോ. അപ്പോൾ ഗൗരി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ടിരുന്ന സമയത്താണ് അജിത്തും ജോജുവും കൂടെ വന്നത്. ഏട്ടത്തിയമ്മേ എങ്ങോട്ടാ ഈ പോണത് എന്ന് ചോദിച്ചു. എന്താ പറ്റിയത്? ഏട്ടത്തിയമ്മ എങ്ങോട്ടാ ഇറങ്ങി പോണത്? എന്താ ഇവിടെ നിൽക്കണത്? എന്താ പറ്റിയത്? എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഏട്ടത്തിയമ്മയുടെ കൂടെ ഇരിക്കാനായിട്ട്? അല്ല, ഞാൻ ഫോൺ വിളിക്കുമായിരുന്നു കേട്ടാ, പലരെയും വിളിച്ച് ശങ്കർബായിയെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. അജിത്തെ, ജോജു ദേ അങ്ങോട്ടേക്ക് നോക്കിക്കേ എന്ന് പറഞ്ഞു ഗൗരി. കണ്ടോ, അവിടെ ഒരു ഭ്രാന്തൻ എന്ന് വിളിച്ച കുട്ടികളെ ഒരാളെ ഉപദ്രവിക്കുക. അത് കണ്ടിട്ടാ നമുക്ക് പോയിട്ട് അവരെ തടയണം. എന്തിനാ ഏട്ടത്തിയമ്മേ, എന്തിനാ നമ്മൾ അലുക്കുലത്ത് കേസിൽ ഇടപെടുന്നത്? എന്താ അജിത്തെ ഇത്? ഭ്രാന്താണെങ്കിലും അയാൾ മനുഷ്യനല്ലേ? അതൊക്കെ ഏട്ടത്തിയമ്മ പറഞ്ഞത് ശരിയാട്ടോ. നമ്മുടെ കയ്യിൽ തീരെ ടൈമില്ല. നമുക്ക് എത്രയും വേഗം തന്നെ ശങ്കർബായിയെ കണ്ടെത്തണം. നമുക്ക് ശങ്കർബായിയുടെ കാര്യമാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. ആ ഭ്രാന്തൻ്റെ കാര്യം വേറെ ആരെങ്കിലും നോക്കിക്കോളും. അത് മാത്രമല്ല, നമ്മളിവിടെ നിൽക്കുന്നത് അത്ര സേഫല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് നമുക്കിവിടുന്ന് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ ഇവരിവിടുന്ന് സ്കൂട്ടാകുക കേട്ടോ. വാ ഏട്ടത്തിയമ്മേ. അപ്പോൾ ഗൗരിക്കൊരു മനസ്സ് കുറവുണ്ട്, എങ്കിലും വിളിച്ചോണ്ട് പോവാ. അതെ, ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. അല്ല ഏട്ടത്തിയമ്മേ, ഒരു കാര്യം ചോദിക്കട്ടെ, ഏട്ടത്തിയമ്മയുടെ വീട്ടിൽ തിരുവനന്തപുരത്തെങ്ങാനും ഇനി ശങ്കർബായി പോയിട്ടുണ്ടാവുമോ? അറിയില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും സാരമില്ല, നമുക്ക് ഡൗട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പോകണം, അന്വേഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് ഗൗരിയും കൂട്ടിക്കൊണ്ട് നേരെ വണ്ടിയെ കയറി ഇവരങ്ങ് പോവുകയാണ് കേട്ടോ. എന്നാലും ഗൗരിക്കൊരു മനസ്സിനകത്തൊരു വിഷമം. അയാളെ രക്ഷയില്ലല്ലോ, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എന്നാലും കുട്ടികളിങ്ങനെ ഉപദ്രവിക്കാൻ കൊള്ളാമോ എന്നൊക്കെയൊരു ഭയവും പേടിയും ഒക്കെ ഉണ്ട്. കള്ളുകുടിയാ, എണീറ്റ് പോടാ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾ കല്ലൊക്കെ പെറുക്കി എറിയുന്നത് മറ്റാരെയല്ല, നമ്മളുടെ ശങ്കരനെ തന്നെയാണ് കേട്ടോ. ആളെ ഓഫായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ബോധവും ഇല്ലാത്ത രീതിയിലാണ് അവസ്ഥയിലാണ് ശങ്കരൻ്റെ കിടപ്പ്. അപ്പോൾ ഗൗരി അടുത്ത് വരെ എത്തിയിട്ട് പക്ഷേ എങ്കിലും ഗൗരിക്ക് ശങ്കരനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അവരവിടെ നിന്ന് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ കാണുന്നത് ചാരങ്ങാട്ടി വീട്ടിലാണ്. അപ്പോൾ പിന്നെയും രാധാമണി തങ്കച്ചിക്ക് ഒടുക്കത്തെ സംശയമാണ്. അപ്പോൾ ഭയങ്കര സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുക. എന്നാലും അവൾ ആ റൂം വിട്ട് എങ്ങനെ പുറത്തു പോയി കാണും? എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തത്. എങ്ങനെയായിരിക്കും? എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ കമലയും അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരി അവിടെ നിൽപ്പുണ്ട് കേട്ടോ. കൊച്ചമ്മേ, ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് മേഡത്തിനെ ആരോ സഹായിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ എന്ന് പറഞ്ഞു. അപ്പോൾ കമലയാണ് ആ വീട്ടിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കമലയുടെ നേരെ ഇങ്ങനെ കണ്ണു വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് ഇവരുടെ വർത്തമാനം ശ്രദ്ധിച്ചിരുന്ന കമലയുടെ കയ്യ് കത്തി കൊണ്ട് മുറിഞ്ഞു കേട്ടോ. നീ എന്താ കമലെ ആകെ വെളുത്തിരിക്കുന്നത്? പിടിക്കപ്പെടുവോ എന്നുള്ള ഭയമാണോ എന്ന് ചോദിച്ചു. അപ്പം നീയാണ് അവളെ സഹായിച്ചത് അല്ലേ കമലെ? അയ്യോ അല്ലമ്മേ, ഞാനൊന്നും സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാധാമണി എഴുന്നേറ്റു, നേരെ അവളുടെ അടുത്തേക്ക് വന്നു, കമലയുടെ അടുത്ത്. നീ അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ അവളെ സഹായിക്കാൻ മറ്റാരാ ഉള്ളത്? ശങ്കർ കഴിഞ്ഞാൽ ഗൗരിയോട് സ്നേഹമുള്ള ഒരേ ഒരാൾ പിന്നെ നീ മാത്രമാണ്. പറയടി, സത്യം പറ, ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവളെ സഹായിച്ചത് നീയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. ഇല്ലമ്മേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഗൗരി റൂമിലില്ല എന്നുള്ള കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ പോലും അറിയണത്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ടുമില്ല. നീ ഈ പറയുന്നത് ഞാൻ വിശ്വസിക്കണം അല്ലേ? നിന്റെ നെറ്റിയിൽ പൊടിയുന്ന ഈ വിയർപ്പ്, നിന്റെ കണ്ണുകളിലെ ഈ ഭയം, അത് മതി നീ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞു. അപ്പോഴും കമല മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അമ്മേ, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല, ഞാൻ ഗൗരിയെ സഹായിച്ചിട്ടേ ഇല്ലമ്മേ, സത്യം ഞാൻ പറഞ്ഞത്. അമ്മ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ശരി, നീ പറയുന്നത് ഞാൻ ഇപ്പം വിശ്വസിക്കാം. പക്ഷേ ഗൗരിയെ രക്ഷപ്പെടാൻ നീയാണ് സഹായിച്ചത് എന്ന് തെളിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം വളരെ കഷ്ടമായിരിക്കും കേട്ടോ കമലേ. ഞങ്ങളെ ചതിച്ചത് നീയാണെന്നറിഞ്ഞാൽ പിന്നെ നിന്നെ തല്ലുവോ കൊല്ലുവോ ഒന്നും ചെയ്യില്ല. പിന്നെ നിന്നോട് എന്താ ചെയ്യുകയെന്ന് നിനക്കറിയോ എന്ന് ചോദിച്ചു. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞായിരിക്കും. അതായി ഇപ്പം സംഭവിക്കാൻ പോണത്, മറക്കണ്ട നീ എന്ന് പറഞ്ഞിട്ട് രാധാമണി അങ്ങ് പോയി കേട്ടോ. അപ്പോൾ കമല പാവം ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാ, ആരോടും ഒന്നും പറയാനും പറ്റില്ല. കമല ആകെ പെട്ടും പോയി. പിന്നെ കാണുന്നത് നമ്മുടെ വേണീനെയാണ്.
അപ്പോൾ വേണി ഭയങ്കര ആലോചനയിലാണ്. അപ്പോൾ നന്ദിനി അമ്മയുണ്ട്. വേണി, മോളെ വേണി, നീ എന്താ ആലോചിച്ചിരിക്കുക എന്ന് ചോദിച്ചു. എന്താ നന്ദിനിയമ്മേ? നന്ദിനിയമ്മ എന്നാ ചോദിച്ചത്? എൻ്റെ മനസ്സ് ഇവിടെയെങ്ങും അല്ലല്ലോ. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല, എൻ്റെ മനസ്സ് ഇവിടെ തന്നെയാ. നന്ദിനിയമ്മയ്ക്ക് അത് തോന്നിയതാ. എനിക്കങ്ങനെ വെറുതെ തോന്നിയതല്ലല്ലോ മോളെ. ആദർശ് മോളോട് വഴക്കിട്ടോ? മോളെ അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല നന്ദിനിയമ്മേ, ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാ. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്നേ. പിന്നെന്താ പ്രശ്നം? പിന്നെന്താ മുഖം വല്ലാണ്ടിരിക്കണത്? ആണോ മുഖം വല്ലാണ്ടിരിക്കുക? എന്താ നന്ദിനിയമ്മ എനിക്ക് പറ്റിയത്? അതോ, അതെന്താണെന്നറിയോ നന്ദിനിയമ്മേ? ഇന്ന് ഞാൻ കുറച്ചു നേരം കരാട്ടെ പ്രാക്ടീസ് ചെയ്യായിരുന്നേ. നമ്മുടെ ടെറസിൽ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ഉഷാറായിട്ട് ചെയ്തു. വേറൊന്നും ശ്രദ്ധിച്ചില്ല. ഇപ്പം ചെറിയൊരു ക്ഷീണമുണ്ട് കേട്ടോ. അതായിരിക്കും എൻ്റെ മുഖത്ത് ഈ വാട്ടം. ചിലപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. നന്ദിനിയമ്മേ, ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് ഫോണും എടുത്തിട്ട് വേണി പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് ചെന്നു. നേരെ ഫോൺ വിളിക്കുന്നത് നമ്മുടെ രാധയുടെ ഫോണിലേക്കാണ്. അപ്പോൾ രാധ ഫോൺ എടുത്തു. ഹലോ, അമ്മേ. അമ്മ എന്താ? അമ്മ ഞാനാ വേണിമോള് എന്ന് പറഞ്ഞു. അമ്മയുടെ മൊബൈലിൽ ഞാൻ കുറേ നേരമായല്ലോ വിളിക്കുന്നത്. അമ്മ എന്താ ഫോൺ എടുക്കാത്തത്? അല്ല, നീ വിളിച്ചിരുന്നോ മോളെ? ഞാൻ കണ്ടില്ല മോളെ, അതുകൊണ്ടാ. നിനക്കവിടെ സുഖമല്ലേ? നമുക്ക് വിശേഷമൊക്കെ പിന്നെ പറയട്ടോ. അമ്മ ഒരു കാര്യം ചെയ്തേ, ഗൗരിക്കൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറഞ്ഞു വേണി. രാധ പെട്ടു. രാധ എങ്ങനെ നിൽക്കുക? എനിക്ക് അത്യാവശ്യമായിട്ട് ഗൗരിയോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഓഹോ, അപ്പം നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കാനില്ല അല്ലേ മോളെ? നീ ഇവിടുന്ന് പോയിട്ട് ഇന്നാണല്ലോ നീ എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയത്. ഇപ്പം പ്രൊഫസറുടെ വീട്ടുകാർ മതിയല്ലോ, അവരുടെ താളത്തിനൊത്ത് തുള്ളുവല്ലേ നീയും. അമ്മ എന്താ? അമ്മയുടെ വേണിമോള് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ മോളെ. അമ്മ എന്തൊട്ടാ ഈ വള നീ പറഞ്ഞുകൊണ്ടിരിക്കണത്? അമ്മയോട് ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അമ്മയോട് എന്തൊട്ടാ ചോദിച്ചത്? ഗൗരിക്കൊന്ന് ഫോൺ കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. അമ്മ എന്തൊക്കെ ഈ പറഞ്ഞു പോട്ടുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴും മിണ്ടുന്നില്ല. അമ്മ ഒരു കാര്യം ചെയ്തേ, ഗൗരിക്ക് കൊണ്ടുപോയി ഫോൺ കൊടുക്ക്. ഗൗരിയുടെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടണില്ല, അതുകൊണ്ടാണ് ഞാനീ പറയണത്. വേണിമോളെ, അച്ഛൻ ഇവിടെ ഇല്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറയ. അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാന്നേ. എന്താ അമ്മ എന്തൊട്ടാ ഈ പറയണത്? അമ്മയുടെ ചെവി എന്താ അടിച്ചു പോയോ? അത് അമ്മ പൊട്ടം കളിക്കാണോ? ഞാൻ ഗൗരിയോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അമ്മ എന്തിനാ അച്ഛൻ്റെ കാര്യം പറയണത്? എന്താമ്മേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് നിൻ്റെ അമ്മയെ വിശ്വാസമില്ല അല്ലേ മോളെ എന്ന് ചോദിച്ചു. അല്ല, മനസ്സിലായി. നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നതാണല്ലോ ഇപ്പം വിശ്വാസവും വേദവാക്യവും. സ്വന്തം അമ്മയെപ്പോലും സംശയമാണ് അല്ലേ? അമ്മേ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ലോ അമ്മ മറുപടി പറയണത്. അതിൻ്റെ അർത്ഥം എന്തിട്ടാന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അവിടെ എന്തോ കാര്യമായൊരു പ്രശ്നമുണ്ട്, അത് സംഭവിച്ചിട്ടുണ്ട്. അമ്മേ, സത്യത്തിൽ എന്താ സംഭവം? എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. എന്നാൽ പിന്നെ അമ്മ ഗൗരിക്ക് ഫോൺ കൊടുത്തേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? അതിന് ഗൗരി ഇവിടെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ ഫോൺ കൊടുക്കുക? ഗൗരി പിന്നെ എവിടേക്കാണ് പോയത്? അവൾ തൃശ്ശൂർ വന്നിട്ട് ഇതുവരെ വടക്കുന്നാഥനെ കാണാൻ പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒന്ന് പൊയ്ക്കോട്ടെ അമ്മേ എന്ന് ചോദിച്ചു. ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞു. ഭഗവാനെ കാണാൻ പോകുന്ന കാര്യമല്ലേ, ഞാൻ സമ്മതിച്ചു. അതുകൊണ്ട് അവൾ തിരിച്ചു വരുമ്പോഴേക്കും നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറയാം. എന്താ, അതുപോരെ എന്ന് ചോദിച്ച് ഫോൺ അങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ഭയങ്കര സംശയമായി വേണിക്ക്. എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. ഗൗരിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന പേടി ഉള്ളിലേക്ക് വന്നു. വേഗം വെപ്രാളം പിടിച്ച് അകത്തേക്ക് ചെല്ലുകയാണ്. നന്ദിനിയമ്മേ എന്ന് വിളിച്ചു. എന്താ വേണിമോളെ? അല്ല, കൊച്ചിക്ക് ആദർശേട്ട പോവുക എന്ന് പറഞ്ഞായിരുന്നല്ലോ, അത് ഇന്നാണോ നാളെയാണോ നന്ദിനിയമ്മയെ പോണത് എന്ന് ചോദിച്ചു. അത് ഇന്നാണല്ലോ മോളെ. ആദർശ് രാവിലെ തന്നെ എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് നന്ദിനിയമ്മ അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ പിന്നെ ആദർശേട്ടനെ ഇപ്പം എന്തായാലും എറണാകുളത്തുണ്ടല്ലോ. പുള്ളിക്കാരനോട് തൃശ്ശൂർ വീട് നമ്മുടെ വീട് വരെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞാലോ? 1 മണിക്കൂറിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ വേണി അതൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുമ്പത്തം വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.